السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബഹുമാനരായ പണ്ഡിതന്മാരെ, അശ്ശമാഇലുൽ മുഹമ്മദിയ പാർട്ട് 8. ബാബു മാ ജാഅ ഫി ഖാതമിൻ നുബുവ്വത്തി. ഖാതമുൻ നുബുവ്വത്തിനെ സംബന്ധിച്ചു വന്ന ബാബാണ്. ഖാതമ് എന്നുള്ളത് ബിഫതഹി താഇ വ കസിരിഹ, അവിടെ താഇന് ഫതഹ് കൊണ്ടുണ്ട് കസ്റ് കൊണ്ടുണ്ട്. ഖാതിമ് ഖാതമ് കസ്റാണ്. വൽ കസ്റു അഷ്ഹറു വ അഫ്സഹു എന്നാണ്. വ ഇളാഫത്തുഹു ലിന്നുബുവ്വത്തി ലികൗനിഹാ മിൻ ആയാതിഹ. ഈ ഖാതമ് എന്നുള്ളതിന് നുബുവത്തിലേക്ക് ഇളാഫത്ത് ചെയ്തത് ഇത് ഈ നുബുവത്തിന്റെ അടയാളമാണ് എന്നതിന് വേണ്ടിയാണ്. പ്രവാചക ശൃംഖലയുടെ പരിസമാപ്തി കുറിക്കുന്നവരാണ് ഈ പ്രവാചകർ എന്നതിൻ്റെ ഒരു അടയാളമാണത്. അപ്പൊ അത് സംബന്ധമായി വന്ന ഹദീസുകൾ ഇതില് 8 ഹദീസുകളുണ്ട്. ഹദ്ദസനാ അബൂ റജാഇൻ ഖുതൈബത്തു ബിനു സഈദിൻ എന്ന് തുടങ്ങി അനിൽ ജഅദ് ബിൻ അബ്ദുറഹ്മാൻ ഖാല, അവർ പറയുന്നു, സമിഅ്തു സായിബ ബിന യസീദ എന്നവരെ ഞാൻ കേട്ടു, യഖൂലു പറയുന്നവരായിട്ട്, ദഹബത് ബി ഖാലതി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറയുന്നു, എന്നെ കൊണ്ട് എൻ്റെ ഇളയമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പോയി. ഫഖാലത്ത്, അങ്ങനെ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ബിന ഉഖ്തി വജിഉൻ, എൻ്റെ സഹോദരി പുത്രൻ അവര് രോഗിയാണ്. ഫമസഹ റഅസി, അപ്പോൾ റസൂലുള്ളാഹി എൻ്റെ തലയെ തടഞ്ഞു. വദഅ ലി ബിൽ ബറകത്തി, എനിക്ക് ബറകത്ത് കൊണ്ട് ദുആ ചെയ്തു. വതവല്ലഅ, റസൂലുള്ളാഹി വുളൂഉൻ ചെയ്തു. ഫശരിബ്തു മിൻ വളൂഇഹി, അപ്പൊ ഞാൻ റസൂലുള്ളാഹിന്റെ ആ വുളൂഇന്റെ ബാക്കിയുള്ള വുളൂഇന്റെ വെള്ളത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അവയവത്തിൽ നിന്ന് വന്ന ആ കഴുകിയ വന്ന വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിച്ചു. ഈ നിലക്ക് 3 നിലക്കും അവിടെ പറയാം. ബറക്കത്ത് ഉദ്ദേശിച്ചാണല്ലോ. വഖുംതു, അങ്ങനെ ഞാൻ നിന്നു. ഖൽഫ ദഹീരിഹി, റസൂലുള്ളാഹിന്റെ മുതുകിന്റെ പിന്നിൽ ഞാൻ നിന്നു. ഫനളർതു ഇലൽ ഖാതമി ബൈന കതിഫൈ, അപ്പോൾ റസൂലുള്ളാഹിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള ഖാതമിലേക്ക് ഞാൻ നോക്കി. ഫഇദാ ഹുവ മിസ്ലു സിർദിൽ ഹജലത്തി, നോക്കുമ്പോൾ അത് ഹജലത്തിന്റെ സിർറ് പോലെയുണ്ട്. വജിഉൻ എന്നുള്ളത് വാവിന് ഫതഹ് കൊണ്ട് ജീമിന് കസ്റ് കൊണ്ട്. ഐസു വജഇൻ എന്ന് പറഞ്ഞാൽ വഹുവൽ അലമു, അലമു ഉടയവരാണ്. അപ്പൊ എൻ്റെ സഹോദരൻ മകൻ വേദന ഉടയവരാണ്. വഖീല ഐ മരീദുൻ, രോഗിയാണ് എന്ന അർത്ഥവും ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. വല്ലവ്വലു ഔല, വേദന ഉടയവർ എന്ന ആ അർത്ഥമാണ് ഇവിടെ കൂടുതൽ നന്നാവുക.
لأن ذلك الوجع كان في لحم قدمه. കാരണം ഈ വേദന ഇദ്ദേഹത്തിന്റെ ചെരുപ്പടിക്കാലിന്റെ മാംസത്തിലായിരുന്നു എന്നാണ്. അതിന് ഇമാം ബുഖാരി തങ്ങളുടെ ഒരു റിവായത്ത് വഖഉൻ എന്ന് വന്നിട്ടുണ്ട്. വഖീഉൻ എന്ന് പറഞ്ഞാൽ വഖഇൻ എന്നാണ്. അതിനർത്ഥം ചെരുപ്പടിക്കാലിന്റെ മാംസത്തിന്റെ വേദന എന്നാണ്. ഏതുമാകട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ തല തടഞ്ഞു, എനിക്ക് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഇവിടെ എന്റെ തലയെ തടഞ്ഞു എന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. യുഖദു മിന്നു അന്നഹു യുസന്നു ലിറാഖി അൻ യംസഹ മഹല്ലൽ വജഇ മിനൽ മരീദ്. രോഗിക്ക് വേദനയുള്ള ഭാഗം എവിടെയാണോ അവിടെ മന്ത്രിക്കുന്നവൻ തടയൽ സുന്നത്തുണ്ട് എന്ന് ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. ബഹുമാനപ്പെട്ട സാഹിബ് എന്നവരുടെ തലയിൽ നിന്ന് റസൂലുള്ള തടഞ്ഞ ഭാഗം, ആ തടഞ്ഞതിന്റെ അടയാളമായി അവിടെ നിര ബാധിച്ചിട്ടില്ല, മറ്റു ഭാഗങ്ങളൊക്കെ നിരച്ചപ്പോഴും എന്ന് കാണാൻ കഴിയും. അങ്ങനെ ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. ആ റസൂലുള്ളാന്റെ കൈ സ്പർശിച്ചതിന്റെ കാരണമായിക്കൊണ്ട് റസൂലുള്ള ദുആ ചെയ്തു, എനിക്ക് ബിൽ ബറക്കത്തി, ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തു എന്നാണ്. അപ്പോ ഈ ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും അന്നഹു യുസന്നു ലിറാഖി അൻ യദ്ഉവ ലിൽ മരീദ് ബിൽ ബറക്കത്തി. മന്ത്രിക്കുന്ന വ്യക്തിക്ക് രോഗിക്ക് വേണ്ടി ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യലും സുന്നത്താണ് എന്ന്. ഇതാക്കാന മിമ്മൻ യുതബറക്കു ബിഹി, ഈ മന്ത്രിക്കുന്ന വ്യക്തി ഒരു ബറക്കത്ത് എടുക്കപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫി ശൈഇ, ഒരു വസ്തുവിൽ ഇലാഹിയായ ഖൈർ സ്ഥിരപ്പെടുക എന്നാണ്. ഏതാട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട സാഹിബ് എന്നവരുടെ ഉംറിലും ആരോഗ്യത്തിലും ബറക്കത്ത് ഉണ്ടായി എന്നാണ് ഈ ദുആ കാരണമായി. ബഹുമാനപ്പെട്ടവർ 94 വയസ്സിലേക്ക് എത്തിയപ്പോഴും ആള് വളരെ ശക്തവാനും ആരോഗ്യ ദൃഢഗാത്രനും യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഒരാളായിരുന്നു എന്നാണ്. അത് റസൂലുള്ളാന്റെ ആ ദുആഇന്റെ ബറക്കത്ത് കൊണ്ടാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കണ്ണിനോ കേൾവിക്കോ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ റസൂലുള്ള വുളൂ ചെയ്തു. വഖുംതു ഖൽഫ ദഹരി ഫനദർതു ഇലൽ ഖാതമി, ഞാൻ ഈ ഖാത്തമിനെ ഒന്ന് കാണുക എന്ന ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബാക്കിൽ നിന്നത്, എഴുന്നേറ്റ് നിന്നത്. അതല്ലെങ്കിൽ ഇത്തിഫാഖ് നിലക്ക് നിന്നതാണ് എന്ന് അങ്ങനെയും പറയാം. ഏതായാലും ഫനദർതു ഇലൽ ഖാതമി ബൈന കത്തിഫൈ, അവിടെ തുറന്നു കിടക്കുകയായിരുന്നു. അതല്ലെങ്കിൽ റസൂലുള്ള അത് കാണാൻ വേണ്ടി എനിക്ക് ഒഴിവാക്കി തന്നു, അങ്ങനെയും ഉദ്ദേശം പറഞ്ഞവരുണ്ട്. അത് കണ്ടു നോക്കുമ്പോ ഫൈദാ ഹുവ മിസിലു സില്ലിൽ ഹജലത്തി എന്നാണ്. ഹജലത്ത് എന്ന് പറഞ്ഞാൽ, സിറ് എന്ന് പറഞ്ഞാൽ കുടുക്ക് പോലെ. ഹജലത്തിന്റെ കുടുക്ക് എന്ന് പറഞ്ഞാല് അവിടെ ഒരർത്ഥം ഈ മണിയറയിലെ
കട്ടിലിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ കൂടാരം, കൊതുക് വല പോലെ, അതിന്റെ നൂലിൽ കോർക്കപ്പെട്ട ബട്ടൺ, ആ ബട്ടൺ പോലെയായിരുന്നു നോക്കുമ്പോ അത്. അടുത്ത ഹദീസ് അൻ ജാബിർ ബിൻ സമുറത്ത ഖാല, ജാബിർ ബിൻ സമുറത്ത് എന്നവർ പറയാണ്, റഅയ്തുൽ ഖാതമ ബൈന കത്തിഫൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ രണ്ട് ചുമലിന് ഇടയിൽ ഖാതമിനെ ഞാൻ കണ്ടു. ഖുദ്ദത്തൻ ഹംറാ, ചുവന്ന ഒരു മുഴയായിട്ട് ഞാൻ കണ്ടു. മിസില ബൈളത്തിൽ ഹമാമത്തി, മാടപ്രാവിൻ്റെ മുടയെപ്പോലെയായ നിലക്ക്. അത് കണ്ടാൽ മാടപ്രാവിൻ്റെ മുട പോലെ ആ ഒരു വൃത്തത്തിലാണ് അതിനെ ഞാൻ കണ്ടത്. ഖുദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലഹമുൻ യഹ്ദുസു ബൈനൽ ജിൽദി വൽ ലഹമി, തൊലിയുടെയും മാംസത്തിൻ്റെയും ഇടയിൽ ഉണ്ടാവുന്ന ഒരു മാംസകഷ്ണമാണ്. യതഹറഖു ബിത്തഹരീക്കി, അതിങ്ങനെ അനക്കുമ്പോൾ അനങ്ങും. ഹംറ ആണ്, ചുവന്ന നിറമാണ്. അത് വേറെ രൂപായത്തിൽ അത് കറുപ്പാണ്, വേറെ രൂപായത്തിൽ അത് ഖദ്റ ആണ്, വേറൊരു രൂപായത്തിൽ അത് റസൂലുള്ളാഹിൻ്റെ ആ ശരീരത്തിൻ്റെ നിറം പോലെയാണ് എന്നിങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും വൈരുദ്ധ്യങ്ങളല്ല. അത് വ്യത്യസ്തമായ സമയങ്ങളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായി വരുന്നതാണ്. ചിലപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശരീരത്തിന് നിറം പോലെ ആയിട്ട് കാണും, ചിലപ്പോൾ ചുവന്നതായിട്ട് കാണും. ഈ രീതിയിൽ ഓരോ സമയത്തിൻ്റെയും അവസ്ഥക്കനുസരിച്ച് കൊണ്ട് ഇങ്ങനെ മാറി വരുന്നതാണ് അത് എന്നാണ് ഈ റിവായത്തുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖാതമുൻ നബൂവത്തിനെ സംബന്ധിച്ചിപ്പോൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞത് മിസിലു സിറിൽ ഹജലത്തി എന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ റിസിൽ ഹജലത്തി എന്നും മറ്റൊരു റിവായത്തുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഖുദ്ദത്തൻ ഹംറാ മിസില ബൈളത്തിൽ ഹമാമത്തി എന്നാ പറഞ്ഞത്. ഇനി വേറെയും രൂപത്തിൽ അതിനെ പരാമർശിക്കുന്നുണ്ട്. നിരവധി റിവായത്തുകൾ അത് സംബന്ധമായി വന്നിട്ടുണ്ട്. വേറെ റിവായത്തിലുള്ളത് ബൈളത്തി നുആമത്തിൻ എന്നാണുള്ളത്, നുആമത്തിൻ്റെ മുട്ട പോലെ. ബൈഹഖിൻ്റെ ഒരു റിവായത്തിൽ തുഫാഹത്തി എന്നുണ്ട്, ആപ്പിൾ പോലെ. ഇബ്നു അസാക്കിറിൻ്റെ മറ്റൊരു റിവായത്തിൽ കൽ ബുന്ദുഖത്തി എന്നുണ്ട്, ഉണ്ട പോലെ. ഇമാം മുസ്ലിം തങ്ങളുടെ ഒരു റിവായത്തിലുണ്ട് ജുംഉ എന്നുണ്ട്. അലൈഹി ഖീലാനും കഅന്നഹ സആലീലു, അത് ഇവിടെ പറയും. അതുപോലെ തന്നെ വേറെ ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത് പിന്നെ ക അസരിൽ മിഹ്ജമി ഔ ക റുക്കുബത്തി അനസിൻ, അതല്ലെങ്കിൽ ഷാമത്തുൻ ഖദ്റാ, അല്ലെങ്കിൽ ഷാമത്തുൻ സൗദാ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും പല റിവായത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ലഫ്ലുകൾ വ്യത്യസ്തമാണെങ്കിൽ പോലും ആ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഉദ്ദേശങ്ങൾ വലൈസത്ത് ഹാദിഹി റിവായത്തു മുഖ്തലിഫത്തൻ ഹഖീഖത്തൻ, ഈ റിവായത്തുകൾ യഥാർത്ഥത്തിൽ എതിരല്ല. മുഅദ്ദൽ അൽഫാദി കുല്ലിഹ വാഹിദുൻ, ഈ അൽഫാദുകളുടെയൊക്കെ ആകത്തുക ഉദ്ദേശം ഒന്ന് തന്നെയാണ്. വഹുവ ഖിത്അത്തു ലഹമിൻ, അത് ഒരു മാംസത്തിൻ്റെ കഷ്ണമാണ് എന്ന ഒരു ഉദ്ദേശമുള്ളൂ. റിവായത്തുകൾ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം ഒറ്റൊന്നാണ്. അത് ഈ ഖാതമുൻ നബൂവത്തിനെ കാണുന്ന ആളുകൾ
അവരുടെ മനസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ വരുമ്പോൾ അത് ഇന്ന രൂപത്തിലാണ് എന്ന് അവർ രൂപപ്പെടുത്തുന്നു, അത് അവർ പറയുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ ഉദ്ദേശമാണ്. അടുത്ത ഹദീസ് عن عاصم بن عمر بن قتادة عن جدته رميثة. റുമൈസത്ത് അത് തസ്ഗീർ കൊണ്ടാണ്, ഒരു സഹാബിയത്താണ്. സഹാബിയത്തുൻ സഗീറത്തുൻ ലഹാ ഹദീസാനി. 2 ഹദീസാണ്. ചെറിയ ഒരു സഹാബിയത്തായ സ്ത്രീയാണ്. 2 ഹദീസാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഹദീസ് ഇതാണ്, വേറൊരു ഹദീസ് ദുഹാ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വന്നൊരു ഹദീസാണെന്ന് കാണാം. അവർ പറയുന്നു, സമീഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനെ ഞാൻ കേട്ടു. യഖൂലു ലി സഅദ് ബിൻ മുആദിൻ, സഅദ് ബിൻ മുആദ് എന്നവരെ സംബന്ധിച്ച് റസൂലുള്ള പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അവരുടെ സ്ഥാനത്തെയും അള്ളാഹിൻ്റെ അടുക്കലുള്ള ആ പദവിയെയും വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞ കാര്യം. യൗമമാത്ത, അവർ മരണപ്പെട്ട ദിവസം എന്താ പറഞ്ഞത്? യഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, അള്ളാഹിൻ്റെ അർശ് ബഹുമാനപ്പെട്ടവർ വഫാത്തായ സമയത്ത് ആ റൂഹ് മുന്നിടൽ കൊണ്ട് സന്തോഷിച്ചു എന്നാണ് അവിടെ. ഇഹ്തിസാസ് എന്ന് പറഞ്ഞാൽ അനങ്ങലാണ്, പടപടക്കലാണെങ്കിലും ഇവിടെ അതിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ടവരുടെ ആ റൂഹ് മുന്നിടൽ കൊണ്ട് അങ്ങേയറ്റം സന്തോഷിച്ചു എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പം ഇവിടെ വലോ അശാവു, ഇതിൻ്റെ ഇടയിലൊരു മുഅ്തദിലായ ജുംല കൊണ്ടുവരികയാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അൻ ഉഖബ്ബിലൽ ഖാതമല്ലദീ ബൈന കതിഫൈഹി, റസൂലുള്ളാഹിൻ്റെ 2 ചുമലിൻ്റെ ഇടയിലുള്ളതായ ഖാതമുൻ നുബുവത്തെ ഞാൻ ചുംബിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ മിൻ ഖുർബിഹി, ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്നത് കാരണമായി ഫഅൽതു, ഞാനത് ചെയ്യുമായിരുന്നു. അത്രയും അടുത്താണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഞാൻ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഉദ്ദേശിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു അന്യ യുവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയത്തിൽപ്പെട്ടതാണ് ജവാസു നദിരിൽ മർഅത്തിൽ അജ്നബിയ്യത്തി ലഹു, അന്യ സ്ത്രീകൾക്ക് റസൂലുള്ളാഹിനെ നോക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഗണത്തിലാണ് ഇത് വരിക. അപ്പം ഇത് അത്രത്തോളം റസൂലുള്ളാഹിൻ്റെ ഖാതമുൻ നുബുവത്ത് ഞാൻ കണ്ടു എന്നാണ് അവരാ പറയുന്നത്. ഇനി മറ്റൊരു ഹദീസ്, ഹദ്ദസനി ഇബ്രാഹിം ബിൻ മുഹമ്മദ് മിൻ വലദി അലി ബിൻ അബി താലിബ്, അബൂ താലിബ് തങ്ങളുടെ സന്താനങ്ങളിൽപ്പെട്ട ഇബ്രാഹിം ബിൻ മുഹമ്മദ് എന്നവർ എന്നോട് ഹദീസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. കാല, ഈ ഇബ്രാഹിം ബിൻ മുഹമ്മദ് എന്നവർ പറയാണ്, കാന അലിയുൻ, അലി റളിയല്ലാഹു തങ്ങളായിരുന്നു, ഇദാ വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വിശേഷണം പറഞ്ഞാൽ ഫദക്കറൽ ഹദീസ ബിതൂലിഹി, അങ്ങനെ ഈ ഹദീസ് അതിൻ്റെ ദീർഘമായ ഹദീസ് ആണ്, അത് അദ്ദേഹം പറഞ്ഞു, അത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വഖാല, എന്നിട്ട് അവർ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ട് പറയാണ്, ബൈന കതിഫൈഹി ഖാതമുൻ നുബുവത്തി, റസൂലുള്ളാഹിൻ്റെ 2 ചുമലിൻ്റെ ഇടയിൽ ഖാതമുൻ നുബുവത്ത് ഉണ്ട്. അത് വഹുവ റസൂലുള്ള ഖാതമുൻ നബിയ്യീന, പ്രവാചകന്മാരിൽ അവസാനത്തവരാണ്, സകല പ്രവാചകന്മാർക്കുമുള്ള ഒരു അന്ത്യം കുറിച്ചവരാണ് അവർ. അടുത്ത ഹദീസ്
حدثني أبو زيد عمرو بن أخطب الأنصاري قال لي رسول الله صلى الله عليه وسلم അബൂ സെയ്ദ് പറയാണ്, എന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ അബാ സെയ്ദിൻ, അബൂ സെയ്ദെ, ഉദുനു മിന്നി, എന്നോട് നിങ്ങൾ അടുത്ത് വരിക, ഫംസഹ് ലഹരി, അങ്ങനെ എൻ്റെ മുതുകിനെ നിങ്ങളൊന്ന് തടവണം. ഫമസഹത്തു ലഹ്റു, അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുതുകിനെ ഞാനൊന്ന് തടഞ്ഞു കൊടുത്തു. ഫവഖഅത്ത് അസാബിഇ, അപ്പോൾ എൻ്റെ വിരലുകൾ സംഭവിച്ചു, അലൽ ഖാത്തമി, റസൂലുള്ളാഹിൻ്റെ ഖാത്തമുൻ നബൂവത്തിൻ്റെ മേൽ. ഖുൽതു, ഞാൻ ചോദിച്ചു, അൽബ എന്നവരാണ് ചോദ്യകർത്താവ്, അവർ ചോദിച്ചു, ഒമൽ ഖാത്തമു, എന്താണ് ഈ ഖാത്തമു എന്ന് പറഞ്ഞാൽ? കാല, അവർ പറഞ്ഞു, ഷഅറാത്തുൻ മുജ്തമിഅത്തുൻ, ഒരുമിച്ച് കൂടിയ രോമങ്ങളാണ് എന്ന് പറഞ്ഞു. രോമങ്ങളാണ് എന്ന് പറഞ്ഞാൽ രോമം ഉടയ ഒരു സ്ഥലമാണ്, അവിടെ ആ മാംസത്തിൻ്റെ മേൽ അവിടെ ഒരുമിച്ച് കൂടിയ രോമങ്ങളുണ്ടായിരുന്നു എന്നാണ്. 3 രോമമാണ്, അതല്ല കൂടുതലുണ്ട് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് ആ വിഷയത്തിൽ. അവിടെ ഷഅറാത്തുൻ മുജ്തമിഅത്തുൻ എന്നുള്ളതിന് ഐസു ഷഅറാത്തിൻ മുജ്തമിഅത്തിൻ എന്ന് അർത്ഥം വെക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ ആ ഒരു മുളാഫ് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ കൈ രോമത്തിൻ്റെ മേൽ മാത്രമേ തട്ടിയിട്ടുള്ളൂ, യഥാർത്ഥത്തിലുള്ള ഖാത്തമുൻ നബൂവത്തിൻ്റെ മേൽ തട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ മതി എന്നാണ്. അപ്പോൾ മൂപ്പരുടെ കൈ സ്പർശിച്ചതനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഹദ്ദസന അബു അമ്മാരിൻ അൽ ഹുസൈൻ ബിൻ ഹുറൈസിൻ അൽ ഖുസാഇ എന്ന് തുടങ്ങി അബ്ദുല്ലാഹി ബിൻ ബുറൈദത്ത് പറയാണ്, സമീഅ്തു അബീ ബുറൈദത്ത, അബീ ബുറൈദത്തിനെ ഞാൻ കേട്ടു, യഖൂലു ജാഅ സൽമാനുൽ ഫാരിസിയു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട പ്രമുഖ സഹാബിയായ സൽമാനുൽ ഫാരിസി, ബഹുമാനപ്പെട്ടവർ വന്നു അള്ളാഹുവിൻ്റെ റസൂലിലേക്ക്. സൽമാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വന്നു. ഹീന ഖദിമൽ മദീനത്ത, മദീനയിലേക്ക് സൽമാൻ റളിയല്ലാഹു അൻഹു മുന്നിട്ട സന്ദർഭത്തിൽ, ബിമായിദത്തിൻ അലൈഹ റുതബുൻ, ഈത്തപ്പഴമുള്ള ഒരു സുപ്രയുമായിട്ട് മുന്നിട്ട് വന്നു. ഫവദഅഹ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അതിനെ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വെച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ള ചോദിച്ചു, യാ സൽമാനു മാ ഹാദാ, സൽമാൻ ഇതെന്താണ്? ഫഖാല, അപ്പോൾ അവർ പറഞ്ഞു, സദഖത്തുൻ അലൈക വഅലാ അസ്ഹാബിക, തങ്ങളുടെ മേലും തങ്ങളുടെ അനുയായികളുടെ മേലും ഉള്ള ഒരു സദഖയാണ്, സക്കാത്താണ്, അതല്ലെങ്കിൽ സദഖയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇർഫഅഹ, നിങ്ങൾ അതിനെ ഉയർത്തിക്കൊണ്ടുപോവുക. ഫഇന്നാ ലാ നഅ്കുലു സദഖത, നമ്മൾ ഈ സദഖയെ, ഈ പ്രവാചകന്മാരായ നമ്മളൊന്നും സദഖയെ ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് അതിൻ്റെതായ ചില അവകാശികളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. റസൂലുള്ളാഹിക്ക് അത് യോജിച്ചതല്ല, ആ നിലക്കാണ് അത് റസൂലുള്ള പറഞ്ഞത്. ഫറഫഅഹ ഫജാഅൽ ഗദ ബിമിസ്ലിഹി, ബഹുമാനപ്പെട്ടവർ അത് എടുത്തു കൊണ്ടുപോയി പിറ്റേ ദിവസം അതുപോലെ ഈത്തപ്പഴമുള്ള ഒരു സുപ്രയുമായിട്ട് വീണ്ടും വന്നു. ഫവദഅഹു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചു. അപ്പോഴും റസൂലുള്ള ചോദിച്ചു, മാ ഹാദാ യാ സൽമാനു? ഫഖാല ഹദിയത്തുൻ ലക, അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് തങ്ങൾക്കുള്ള ഹദിയയാണ് എന്ന് പറഞ്ഞു. ആദരപൂർവ്വം ഒരാൾക്ക് നൽകുന്നതാണ് ഹദിയ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി, അപ്പോൾ ഹദിയയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള തൻ്റെ സഹാബികളോട് പറഞ്ഞു, ഉബുസുത്തു എന്ന് പറഞ്ഞു, നിങ്ങൾ കൈ നീട്ടുക, അതല്ലെങ്കിൽ ഈ സദസ്സിനെ നിങ്ങൾ വിശാലത ചെയ്യൂ, എല്ലാവരും ഇരുന്നോട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്ന ആ അർത്ഥത്തിലാണ് ഉബുസുത്തു എന്ന് പറഞ്ഞത്. ثم نظر إلى الخاتم على ظهر رسول الله صلى الله عليه وسلم, പിന്നെ
ഈ സൽമാൻ എന്നവർ അള്ളാൻ്റെ റസൂലിൻ്റെ മുതുകിൻ്റെ മേലുള്ള ഖാത്തമിലേക്കൊന്ന് നോക്കി. ആമന ബിഹി, അങ്ങനെ അവർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. എല്ലാ അടയാളങ്ങളും റസൂലുള്ള ഒരു പ്രവാചകൻ തന്നെയാണ് എന്നുള്ളത് പൂർണ്ണമായ ഒരു പരിശോധനയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പക്കൽ നിന്ന് ഈ നടന്നതെല്ലാം. അതെല്ലാം പൂർണ്ണമായപ്പോൾ ബഹുമാനപ്പെട്ടവർ വിശ്വസിച്ചു. വക്കാന ലിൽ യഹൂദി, ഏത് അവസ്ഥയിൽ ഈ സൽമാൻ എന്നവർ ഒരു യഹൂദിയുടെ അടിമയായിരുന്നു, ബനു ഖുറൈളയിൽപ്പെട്ട ഒരു യഹൂദിയുടെ. അത് അങ്ങനെ ആ യഹൂദിയുടെ അടിമയാകാനുള്ള ചില കാരണങ്ങളൊക്കെയുണ്ട്, അത് വിശദമാക്കണില്ല. ഫസ്തറാഹു, അങ്ങനെ റസൂലുള്ള ബഹുമാനപ്പെട്ടവരെ വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി കദാ വ കദാ ദിർഹമൻ, ഇന്നാലിന്ന ദിർഹമിനക്ക് പകരം. അപ്പോൾ അവിടെ ഒരു ചില റിവായത്തുകളിലുള്ളത് 40 ഊഖിയത്തൻ, 40 ഊഖിയയാണ്. അത് വെള്ളിനാലുള്ള ഊഖിയയാണ്, അതല്ലെങ്കിൽ സ്വർണത്തിനാലുള്ള ഊഖിയയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അലാ യഗ്രിസ ലഹും നഖീലൻ, മാത്രമല്ല അവർക്ക് ഈത്തപ്പന നട്ടുകൊടുക്കാം എന്നതോടുകൂടെ, ഈ ദിർഹമും നൽകി അതോടുകൂടെ ഇപ്പോൾ ഈ ഈത്തപ്പന നട്ടു നൽകാമെന്നും ഉണ്ട് വ്യവസ്ഥ. അപ്പോൾ 2 വ്യവസ്ഥൻ്റെ മേലാണ് ഈ മോചനപത്രം എഴുതിയത്. വാങ്ങിയെന്ന് പറഞ്ഞാൽ മോചനപത്രം എഴുതിയത് രണ്ടും കൊടുത്താൽ മോചിപ്പിക്കും. ഒന്ന് ഈ മേൽ പറയപ്പെട്ട ഊഖിയകൾ, മറ്റൊന്ന് ഈത്തപ്പന നടുക. ഈത്തപ്പന നടുക എന്ന് മാത്രമല്ല, അതിൽ കായ ഉണ്ടാകുന്നത് വരെ ജോലി എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈത്തപ്പന എത്രയാണെന്ന് എണ്ണത്തിലില്ല. ചില റിവായത്തിൽ 300 എണ്ണമാണ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫയഅമല സൽമാനു ഫീഹി അത്താ തുത്തിഇമ, അങ്ങനെ സൽമാൻ എന്നവർ അതിൽ ജോലി എടുക്കണം, ആ ഈത്തപ്പന പഴം കായ്ക്കുന്ന സമയം വരെ. ഇതാണ് ആ മോചനപത്രത്തിലെ ഡിമാൻഡ്. അങ്ങനെ എന്ത് ചെയ്തു? ഫഗറസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഖീല, അള്ളാൻ്റെ റസൂല് മറ്റു സഹാബികളോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരനായ സൽമാനെ നിങ്ങളൊക്കൊന്ന് സഹായിക്കണം. അങ്ങനെ അവരൊക്കെ പരസ്പരം സഹായിച്ചു. 300 ഈത്തപ്പന തൈകൾ ഓരോരുത്തരായി ഇങ്ങനെ 15ഉം 10ഉം 15ഉം അങ്ങനെയുള്ള ഓരോരുത്തർക്കുള്ള എണ്ണങ്ങൾ തൈകൾ കൊണ്ടുവന്ന് 300 തൈകൾ കൊണ്ടുവന്ന് അതിനുള്ള കുഴിയൊക്കെ എടുക്കാനുള്ള നിലക്ക് സഹായിച്ചു. അങ്ങനെ ഫഗറസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ്റെ റസൂലാണ് അത് നട്ടത്. ഫഗറസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഖില, ആ ഈത്തപ്പന തൈകൾ മുഴുവനും റസൂലുള്ള നട്ടു. ഇല്ലാ നഖിലത്തൻ വാഹിദത്തൻ ഗറസഹ ഉമറു, ഒരു ഈത്തപ്പന തൈ ഒഴികെ, അത് ഉമർ തങ്ങളാണ് നട്ടത്. ഫഹമലത്തിൻ നഖ്ലു മിൻ ആമിഹ, അപ്പോൾ ഈ ഈത്തപ്പനകളെല്ലാം അതേ വർഷം തന്നെ കായ്കൾ ഉള്ളതായി. പക്ഷേ വലം തഹമിലിൻ നഖിലത്ത, ഉമർ തങ്ങൾ നട്ട ആ തൈ മാത്രം കായ ഉള്ളതായില്ല. അപ്പോൾ സാധാരണ അത് കായ ഉണ്ടാകാനുള്ള കാലം ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടതിൻ്റെ ബറക്കത്ത് കൊണ്ട് അതേ വർഷം തന്നെ അത് കായ്ച്ചു എന്നാണ്. അങ്ങനെ റസൂലുള്ള ചോദിച്ചു, മാശൈനു ഹാദിഹി നഖലത്തി, കായ്ക്കാത്ത ഈ ഈത്തപ്പനയുടെ അവസ്ഥ എന്താ? അപ്പോൾ കാല ഉമറു യാ റസൂലല്ലാഹ് അന ഖറസ്തുഹ, ഞാനത് നട്ടത് നബിയെ.
ഫനസഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി അതിനെ പറിച്ചെടുത്ത് ഫവറസഹ, അതിനെ വീണ്ടും റസൂലുള്ളാഹി നട്ടു. ഫഹമലത്ത് മിൻ ആമിഹദ, അപ്പോൾ ആ വർഷം തന്നെ അതും പഴം ഉള്ളതായി തീർന്നു എന്നാണ്. അടുത്ത ഹദീസ്, സഅൽതു അബാ സഈദിൽ ഖുദ്രി അൻ ഖാതമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ നളറത്തൽ അവക്കി എന്നവർ പറയാണ്, ഖാതമുൻ നബൂവത്തിനെ സംബന്ധിച്ച്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖാതമുൻ നബൂവത്തിനെ സംബന്ധിച്ച് അബൂ സഈദുൽ ഖുദ്രി തങ്ങളോട് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ അവർ പറഞ്ഞു, കാന ഫീ വഹിരിഹി ബദ്അത്തുൻ നാഷിസത്തുൻ, റസൂലുള്ളാഹിൻ്റെ മുതുകിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മാംസക്കഷ്ണം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ റിവായത്തുകളെ പോലെ ഒരു റിവായത്താണ് ഇത്. മറ്റൊരു ഹദീസിൽ അൻ അബ്ദുല്ലാഹി ബിൻ സർജിസ ഖാല, അവർ പറയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് ഞാൻ ചെന്നു. വഹുവ ഫീ നാസിൻ മിൻ അസ്ഹാബി, റസൂലുള്ള തൻ്റെ അനുയായികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാരിലായിരുന്നു. അങ്ങനെ ഫദുറുത്തു, ഞാനിങ്ങനെ വട്ടമിട്ടു, ഹാക്കഥ, ഇപ്രകാരം, മിൻ ഖൽഫി, റസൂലുള്ളാഹിൻ്റെ പിന്നിലൂടെ ഇങ്ങനെ ചുറ്റി. ഫഅറഫല്ലദി ഉരീദു, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം റസൂലുള്ളാഹിക്ക് മനസ്സിലായി. ഞാൻ ഈ ഖാതമുൻ നബുവത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദൗറ് ചെയ്യുന്നത്, വട്ടം ചുറ്റുന്നത് എന്ന് മനസ്സിലായപ്പോൾ, ഫൽഖരിദ അൻ ലഹരി, റസൂലുള്ളാഹിൻ്റെ മുതുകിനെ തൊട്ട് ആ മേൽത്തട്ടം റസൂൽ താഴെ ഇട്ടു. ഫറഅയ്തു മൗലി അൽ ഖാത്തമി, അപ്പോൾ ആ ഖാത്തമിൻ്റെ സ്ഥലത്തെ ഞാൻ കണ്ടു, അല കത്തിഫഹി, റസൂലുള്ളാഹിൻ്റെ രണ്ട് ചുമലിൻ്റെ മേൽ, മിസിലൽ ജുംഇ, മിസിലൽ ജുംഇ എന്ന് പറഞ്ഞ കൈ ചുരുട്ടിയതുപോലെ, ഹൗലഹ ഖീലാനുൻ, അതിൻ്റെ ചുറ്റും ഖീലാനുണ്ട്. ഖീലാന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മിസ്ലുൽ ജുംഇ എന്ന് പറഞ്ഞാൽ കൈ ചുരുട്ടി, മുൻകൈ ചുരുട്ടിയതുപോലെ. അപ്പോൾ വിരലുകളൊക്കെ ചുരുട്ടിയ ശേഷമുള്ള ആ കൈയിൻ്റെ രൂപം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ ഖാതമുൻ നബൂവത്തിൻ്റെ മേലെ വരകളുണ്ടായിരുന്നു. ഈ ചുരുട്ടിയ കൈകൾ കാണുമ്പോൾ ഒരു വിരലുള്ളതുപോലെ അതിൻ്റെ മുകളിൽ വര ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്ന് ബാജൂരിയിൽ കാണാൻ കഴിയും. വയുഫ്ഹമു മിൻ ദാലിക അന്ന ഫീഹി ഖുതൂതൻ കമാ ഫിൽ അസാബിഇൽ മജ്മൂഅത്തി. ഹൗലഹ ഖീലാനുൻ എന്ന് പറഞ്ഞാൽ ഈ ഖാതമിൻ്റെ ചുറ്റുഭാഗത്തും അത് കറുപ്പിനോട് സാദൃശ്യമുള്ള ചില പൊള്ളകളുണ്ടായിരുന്നു. സാധാരണ കാക്കപ്പുള്ളികൾ, അതല്ലെങ്കിൽ പിന്നെ അവിടെ കൊടുത്ത് കാണാം അന്നഹ സആലീലു, അത് സആലീല് പോലെയാണ് എന്ന് പറഞ്ഞാൽ, സുഇലൂലിൻ്റെ ജമ്മാണ് സആലീൽ എന്ന് പറഞ്ഞാൽ, ഖറാജുൻ സഗീറുൻ നഹ്വൽ ഖിമ്മസത്തി, കടല പോലെ ഉള്ള ഒരു ചെറിയ കുരുകളും മുഴകളും, നാലുപുറം ചെറിയ മുഴകളുണ്ടായിരുന്നു. യദ്ഹറു അലൽ ജസദി, ശരീരത്തിൻ്റെ മേൽ അതിങ്ങനെ വെളിവാകും. ലഹു നുതൂഉൻ വസ്തിദാറത്തുൻ, വട്ടത്തിലും ഉയർച്ചയിലും ഉള്ള ചെറിയ ആ പിന്നെ മുഴകളൊക്കെ അതിൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ ഫറജഅതു, ഞാൻ മടങ്ങി, ഹത്തസ്തഖ്ബൽതുഹു, ഞാൻ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വരുന്നത് വരെ. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, അത് റസൂലുള്ളാഹ് അത് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് മുണ്ട് മാറ്റിക്കൊടുത്തല്ലോ, മേൽത്തട്ടം. അപ്പം അതിലുള്ള സന്തോഷം കൊണ്ട് ആ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു കൊടുത്ത ആ അനുഗ്രഹത്തിന് ശുക്രായിട്ട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹ് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ശുക്ർ. ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അള്ളാഹു പുറത്തു തരട്ടെ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, വലക്ക, നിനക്കും അള്ളാഹ് പുറത്തു തരട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടിയില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അള്ളാഹു തആല പുറത്തു തരട്ടെ. അത്
റസൂലുള്ളാഹിനോട് ഒരു ഇഹ്സാൻ നന്മ ചെയ്തപ്പോൾ തിരിച്ച് നന്മ അങ്ങോട്ടും ചെയ്തു എന്നുള്ളതാണ് റസൂല ചെയ്തത്. ഫഖാലൽ ഖൗമു, അപ്പം ജനങ്ങൾ ചോദിച്ചു, ഇസ്തഗ്ഫറ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പൊറുക്കലിനെ തേടിയോ? ഫഖാല, അവർ പറഞ്ഞു, നഅം വലക്കും, അതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി, അതായത് ഇസ്തഗ്ഫറ ലി വസ്തഗ്ഫറ ലക്കും, എനിക്കും നിങ്ങൾക്കും വേണ്ടി റസൂലുള്ള പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ റസൂല ചെയ്തു. സുമ്മത്തല ഹാദിഹിൽ ആയത്ത, പിന്നെ ഈ ആയത്തിന് ബഹുമാനപ്പെട്ടവർ ഓതി കൊടുത്തത് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നബിയെ തങ്ങളുടെ ദമ്പിന് വേണ്ടി പാപമോചനം നടത്തണം, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും വേണ്ടിയൊക്കെ തങ്ങൾ പാപമോചനം നടത്തണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇസ്തിഗ്ഫാർ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അതിന് മറുപടിയും പറഞ്ഞു ഇത് ചോദിച്ച സഹാബികളോട്. ജമുൽ വസായിൽ, മുനാവി, അതുപോലെ തന്നെ ഹാഷിയത്തുൽ ബാജുവി, അൽ മവാഹിബുൽ ലദുന്നിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഷിയത്തുൽ ബാജൂരി എന്നിവ അവലംബമാക്കിയാണ് ഈ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്.